കോന്തിമേനോൻ തൻ്റെ ഭരണകാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രധാന സംഭവങ്ങൾ ഡയറിക്കുറിപ്പായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ഡയറിക്കുറിപ്പിൽ നിന്ന് കണ്ടെടുത്ത ഒരു കഥയാണ് ഇവിടെ പരാമർശിക്കാൻ പോകുന്നത്. മുതിരപ്പുഴുക്കും കഞ്ഞിയും. പാലക്കാട് ജില്ലയിൽപ്പെട്ട പല്ലർ ചാത്തന്നൂർ ഗ്രാമത്തിൽ നിന്ന് ശുപ്പാണ്ടി കൗണ്ടറുടെ കാളവണ്ടി കിഴക്കേ നടയിലെ മഞ്ജുലാൽ പരിസരത്ത് എത്തിയ ദിവസമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവം കൊടിയേറ്റം എന്നുള്ളത് തികച്ചും യാദൃച്ഛികമായിരുന്നു. 4 ചാക്ക് കുത്തിരിയും 1 ചാക്ക് മുതിരയും ഏതാനും മത്തനും കുമ്പളങ്ങയും ഇടിച്ചക്കയും നിറച്ചിട്ടുള്ള കാളവണ്ടി തദ്ദേശീയവാസികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ആദ്യമായിട്ടാണ് ഒരാൾ സദ്യയ്ക്കുള്ള ഒരുക്കങ്ങളുമായി ഗുരുവായൂരിൽ കാളവണ്ടിയിൽ വന്നിറങ്ങുന്നത്. അതും സ്വന്തം നിലയ്ക്കുള്ള ഗുരുവായൂരപ്പന് നേർന്ന വഴിപാട്. പരിപൂർണ വിശ്വാസിയായ ശുപ്പാണ്ടി കൗണ്ടർക്ക് അമ്പലത്തിൽ പ്രവേശിക്കാൻ പാസ് ലഭിക്കണം. പരമാവധി തീയരുടെ അമ്പലം വരെ വരാനേ അനുമതിയുള്ളൂ. കിഴക്കേ നടയിലെ ഗോപുരം വരെ കാളവണ്ടി വരണമെങ്കിൽ ദേവസ്വം ഭരണാധികാരിയുടെ പ്രത്യേക അനുമതി വേണം. വണ്ടിയിലുള്ള സാമാനങ്ങൾ ഇറക്കി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ വേറെയും സമ്മതിപത്രം വേണ്ടിയിരിക്കുന്നു. ശുപ്പാണ്ടി കൗണ്ടർ തലയിൽ കൈവച്ചിരുന്നു പോയി ഭഗവാനോട് തൻ്റെ സങ്കടം ഏറ്റുപറഞ്ഞ് വഴിയിൽ കണ്ടവരോടെല്ലാം സഹായത്തിന് അപേക്ഷിച്ചു. ഈ വിവരം സർവാധികാരിക്ക് കോന്തിമേനോൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമത്തിലായി. ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ എങ്ങനെ ഭംഗിയാക്കണമെന്ന് ആലോചിച്ചിരിക്കുന്ന സന്ദർഭം ദേവസ്വത്തിൻ്റെ പ്രധാന ചേരിക്കല്ലുകളിലൊന്നായ വെൺമാനൂർ കാര്യസ്ഥന് വിവരം കൊടുത്തു. ചേരിക്കൽ കാര്യസ്ഥൻ ഇട്ടിരാരീച്ചൻ നെടുങ്ങാടിയോട് വിവരങ്ങളെല്ലാം വേണ്ടുവിധം ധരിപ്പിച്ചു. കോന്തിമേനോൻ എല്ലാം ശ്രദ്ധിച്ചു കേട്ടു. ശുപ്പാണ്ടി കൗണ്ടറോട് ദേവസ്വം മഠത്തിൽ ഹാജരാകുവാൻ ഉത്തരവ് നൽകി. കുംഭമാസത്തിലെ ആനയോട്ടം കഴിഞ്ഞ വേളയിലാണ് ശുപ്പാണ്ടി കൗണ്ടറുടെ വരവ്. വെറും കൈയോടെയല്ല, ഒരു വണ്ടി നിറയെ അരിയും മുതിരയും പച്ചക്കറികളും, വിശേഷാൽ ഇടിച്ചക്കയും. ഇതൊരു ശുഭസൂചനയായിട്ടാണ് കോന്തിമേനോൻ ഗണിച്ചത്. ഉത്സവത്തിന് സന്ധ്യയ്ക്ക് ആവശ്യമായ വിഭവങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ശുപ്പാണ്ടി കൗണ്ടറുടെ ആഗമനവും കണ്ടുവരുന്ന ഭഗവാനുള്ള കാഴ്ചവസ്തുക്കളും കോന്തിമേനോൻ ശുഭസൂചകമായിട്ട് എടുത്തു. ശുപ്പാണ്ടി കൗണ്ടറോട് ഇത്രയും സാമഗ്രിയുമായി എത്തിച്ചേരാനുള്ള കാരണങ്ങൾ നേരിട്ട് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. അമിതമായ വർഷം കൊണ്ടുണ്ടായ വെള്ളപ്പൊക്കത്തിലും തുടർച്ചയായ വരണ്ട വേനലിലും കൃഷി നശിച്ച ശുപ്പാണ്ടി കൗണ്ടർ പിച്ചപാളയെടുക്കേണ്ട ഘട്ടത്തിലെത്തി. ഏറ്റവും മികച്ച കൃഷിഭൂമിയുടെ ഉടമയായ ശുപ്പാണ്ടി കൗണ്ടറെ വഴിതെറ്റി വന്ന കാലക്കെടുതി കടക്കാരനാക്കി മാറ്റി. ജന്മിക്ക് പാട്ടം മിച്ചവാര അളക്കാൻ വഴിയില്ലാതെ വലയുന്ന കാലം. ജപ്തി നോട്ടീസ് വന്നാൽ കുടിയൊഴിപ്പിക്കും. അതിലും ഭേദം നല്ല നേരം നോക്കി ജീവനൊടുക്കുകയാണ് നല്ലത്. ഒടുവിൽ ആരും ഉപദേശിച്ചു. ഭഗവതോത്തമനായ ഒരു ധന്യാത്മാവ് തന്ന ആണ്ടിലെ കൃഷിയെങ്കിലും നന്നായി കിട്ടിയാൽ ഭഗവാന് വിളഞ്ഞ നെല്ലിൻ്റെയും മുതിരയുടെയും പച്ചക്കറിയുടെയും പാതി ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദകമലത്തിൽ വഴിപാടായി സമർപ്പിക്കാമെന്ന്. ഭക്തൻ്റെ ഉള്ളുരുകിയ പ്രാർത്ഥന കേട്ട് പ്രസാദിക്കുന്ന ഗുരുവായൂരപ്പൻ ശുപ്പാണ്ടി കൗണ്ടറുടെ പ്രാർത്ഥനയും കേട്ടു. 27 ഏക്കർ ഭൂമി നേരിട്ട് കൃഷി നടത്തുന്ന ശുപ്പാണ്ടി കൗണ്ടർ പല്ലൻ ചാത്തന്നൂരിലെ ഏറ്റവും മികച്ച കൃഷിക്കാരനെന്ന പേരുകേട്ട ആളാണ്. കാലക്കേടിനാൽ എല്ലാം നഷ്ടപ്പെടാറായ കൗണ്ടർക്ക് 3 കൊല്ലത്തിന് ശേഷമുണ്ടായ കാർഷിക വിളവ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. തന്നാണ്ട് വിതച്ച നെല്ലിനും മുതിരയ്ക്കും ഒരു കാലത്തും ലഭിക്കാണ്ടിരുന്ന വിളവ് ലഭിച്ചു. എത്ര കോരിയാലും തീരാത്ത നെല്ലും മുതിരയും 10 നിറഞ്ഞു. നെല്ലും മുതിരയും മാത്രമല്ല, കായ്ക്കറികളും സമൃദ്ധമായി വിളഞ്ഞു. മത്തനും കുമ്പളയും ഇടിച്ചക്കയും മാത്രമല്ല, ചേനയും കായയും സുലഭമായി ഉണ്ടായി. ഇതൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ കൗണ്ടർ കുഴങ്ങി. പാവങ്ങളായി വീട്ടിൽ വന്നു കയറിയവർക്കെല്ലാം വാരിക്കോരി കൊടുത്തു. കൗണ്ടർ സ്വപ്നം കണ്ടു. ഗുരുവായൂർ ഉത്സവമാണ് വരാൻ പോകുന്നത്. അതിനു മുൻപായി തനിക്ക് അക്കൊല്ലം ഭഗവാനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായുണ്ടായ സമൃദ്ധിയിൽ ഒരംശം ഗുരുവായൂരിൽ എത്തിക്കണം. അങ്ങനെയാണ് ഗുരുവായൂരപ്പൻ്റെ സന്നിധാനത്തിലെത്തിയത്. ഒരു കാളവണ്ടി നിറയെ അരിയും മുതിരയും കായ്ക്കറികളുമാണ്. മറ്റൊരു വണ്ടിയിൽ താനും കുടുംബവും. 100-150 കൊല്ലം മുന്നത്തെ ചുറ്റുപാടുകൾ. ഇന്ന് കാണുന്ന ബസ്സോ കാറോ മോട്ടോർ സൈക്കിളോ ഓട്ടോറിക്ഷയോ ഇല്ലാതിരുന്ന കാലം. വൈദ്യുതി പോലും വന്നിട്ടില്ല. റോഡുകൾ ഗതാഗതയോഗ്യമായിരുന്നില്ല. വെട്ടുവഴികളും ഊടുവഴികളും ഒറ്റയടിപ്പാതകളുമായിരുന്നു. താർനിരത്തുകൾ അപൂർവം. മൺപാതകളായിരുന്നു അധികവും.
കുണ്ടും കുഴിയും നിറഞ്ഞ ഉൾനാടൻ വഴികൾ, വഴിയോരങ്ങളിൽ തളർന്നു കിടക്കുന്ന കുറ്റിക്കാടുകൾ, വലിയ തണൽ വൃക്ഷങ്ങൾ, തണ്ണീർ പന്തലുകൾ, ചുമട് താങ്ങികൾ, വിശ്രമ കേന്ദ്രങ്ങളെന്ന് പറയാവുന്ന ഏതാനും കഞ്ഞിപ്പുരകൾ മാത്രം. ദുഷ്കരമായ യാത്ര പിന്നീട് ഗുരുവായൂർ എത്തിച്ചേർന്ന കൗണ്ടർക്ക് സായുജ്യം ലഭിച്ച പ്രതീതിയായി. പല്ലഞ്ചാത്തന്നൂരിൽ നിന്ന് ഗുരുവായൂർക്കുള്ള തീർത്ഥയാത്രയുടെ വർണ്ണനകൾ കോന്തിമേനോൻ്റെ ഡയറി കുറിപ്പുകളിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട് കാവ്യഭാവനയോടെ. കൗണ്ടറെയും കുടുംബത്തെയും ക്ഷേത്രത്തിൽ കയറ്റി തൊഴുവിച്ച് പ്രദക്ഷിണത്തിൽ അനുഗമിച്ച് പ്രസാദം നൽകി അനുഗ്രഹിച്ചു. കോന്തിമേനോൻ അടിയന്തരമായി കഴകക്കാരെ വിളിച്ചു വരുത്തി. തന്ത്രിയും മേൽശാന്തിയും കീഴ്ശാന്തി നമ്പൂതിരിമാരും മറ്റ് ഇതര അമ്പലവാസികളെയും പങ്കെടുപ്പിച്ചുള്ള യോഗം കൂടി. യാദൃച്ഛികമായി എത്തിച്ചേർന്ന വഴിപാട് സാധനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു, തീർപ്പുണ്ടാക്കി. ആനയോട്ടം കഴിഞ്ഞ് രണ്ടാം ഉത്സവം മുതൽ ക്ഷേത്രത്തിൽ മുതിരപ്പുഴുക്കും കഞ്ഞിയും വെച്ച് ഉത്സാഹികളായ ഉത്സവക്കാർക്ക് വിളമ്പുക. ഉത്സവകാലത്തെ സദ്യയ്ക്കാവശ്യമായ വിഭവങ്ങൾ തയ്യാറാക്കാൻ ആജ്ഞ നൽകി. ഉത്സവത്തിനാവശ്യമായ സാമഗ്രികൾ വ്യക്തികളിൽ നിന്ന് സംഭാവനയായി സ്വീകരിക്കാൻ തീർപ്പുണ്ടാക്കി. അങ്ങനെയാണ് ഗുരുവായൂർ ഉത്സവകാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുതിരപ്പുഴുക്കും കഞ്ഞിയും നടപ്പിലാക്കിയതെന്ന് ഈ ബുക്കിൽ കാണുന്നു. എഴുതിവെച്ച ഈ കുറിയിൽ നിന്ന് സത്യാവസ്ഥ പുറത്തു വന്നു. പലരും പലതും ഉത്സവക്കഞ്ഞിയെയും പുഴുക്കിനെയും പറ്റി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും സത്യത്തോടടുക്കുന്ന പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് കോന്തിമേനോൻ എന്ന വ്യക്തിയാണ്. കോന്തിമേനോൻ സർവാധികാരിക്കാരുടെ തീർപ്പിനോട് നാട്ടുകാരും ക്ഷേത്ര ജീവനക്കാരും ഒരുപോലെ എല്ലായ്പ്പോഴും സഹകരിച്ചിരുന്നു. നാട്ടിലെ ജനങ്ങളോട് ഒത്തുചേർന്നാൽ ഏതു ജീർണിച്ച അവസ്ഥയിലുള്ള ക്ഷേത്രവും പുനരുദ്ധരിച്ച് ശ്രേയസ്സിലേക്ക് ഉയർത്താമെന്ന് കോന്തിമേനോൻ തൻ്റെ സദ്ഭരണം കൊണ്ട് തെളിയിച്ചു. എല്ലാ അവകാശികൾക്കും ഉത്സവകാലത്ത് ക്ഷേത്രത്തിൽ നിന്ന് ഭക്ഷണം ലഭിക്കാവുന്ന വ്യവസ്ഥ ആദ്യമുണ്ടാക്കിയത് കോന്തിമേനോനാണ്. പാരമ്പര്യ അവകാശികളായ സവർണർക്ക് മാത്രമല്ല അവർണർക്കും ഭക്ഷണം കൊടുക്കുന്നതിൽ അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്തു. ആചാരി, മൂശാരി, കരുവാൻ, കുശുവൻ, നായാടി, പട്ടിയാടി എന്നിവരെ വിളിച്ച് പകർച്ച കൊടുത്തു. താഴ്ന്ന ജാതിക്കാർക്കുള്ള ഈ ഉത്സവ പകർച്ച നടത്തിയിരുന്നത് ഉള്ളനാട്ട് സ്ഥലത്ത് വെച്ചായിരുന്നു. പൂശകം മഠം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്തും സവർണറല്ലാത്തവരെ വിളിച്ചു വരുത്തി സദ്യ നൽകി. ഗുരുവായൂരപ്പൻ്റെ തിരുത്സവം നടക്കുന്ന 8 ദിവസവും ഇന്നും മുതിരപ്പുഴുക്കും കഞ്ഞിയും സാർവത്രികമായി വിളമ്പുന്നു. 8ാം ഉത്സവ ദിവസം സന്ദേശികളായ പ്രമുഖർക്കും അവകാശികൾക്കും പ്രത്യേക സദ്യയുടെ വിഭവങ്ങൾ സൗജന്യമായി നൽകി വരുന്നു.